നമസ്കാരം. ശ്രീ മുഖ്യമന്ത്രിയും കൂടിയായ പിണറായി വിജയൻ്റെ ഇന്നലെ നാരായണ ഗുരുദേവനെ അപമാനിച്ചു കൊണ്ടിട്ടുള്ള വാർത്ത കേൾക്കാൻ ഇടയായി. അപ്പം നമ്മുടെ ഒരു പ്രതികരണം നമുക്കും അറിയിക്കേണ്ടതുണ്ടല്ലോ എന്ന് കരുതിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശ്രീ പിണറായി വിജയൻ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ചിരിക്കുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ മുഖ്യമന്ത്രിയുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ നാരായണ ഗുരുദേവനെക്കുറിച്ച് ഇത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേറെ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. സനാതനധർമ്മത്തിന് തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ കാലവും പ്രവർത്തിച്ചിട്ടുള്ളത്. സനാതനധർമ്മത്തിനെ നശിപ്പിക്കുക, അതിനു വേണ്ടി ആണ് പിണറായി വിജയൻ്റെ പ്രസ്ഥാനം കാലങ്ങളായിട്ട് നടക്കുന്നത്. നാരായണ ഗുരുദേവനെ കുരിശിൽ തറച്ചുകൊണ്ട് പണ്ട് നമ്മൾ ഫ്ലോട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നേരത്തെ അപമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ശ്രീനാരായണീയരെയും മാത്രമല്ല, നമ്മുടെ സനാതനധർമ്മത്തെ തന്നെ ഉന്മൂലന നാശം ചെയ്യാൻ വേണ്ടിയാണ് അവർ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി കൂട്ടുചേർന്ന് ഈ കാലഘട്ടത്തിൽ ഈ പ്രവർത്തനം നടത്തുന്നത്. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ്റെ അടുത്തുള്ള ഒരു ചോദ്യം, നാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ പ്രചാരകനും സനാതനധർമ്മത്തിൻ്റെ വക്താവുമാണ്. ഈ നാരായണ ഗുരുദേവനെ തിരുത്താനോ അല്ലെങ്കിൽ ശിവഗിരി മഠത്തിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനോ കമ്മ്യൂണിസ്റ്റുകാരനായ താങ്കൾക്ക് എന്താണ് അവകാശം? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ശ്രീനാരായണീയരെ പറ്റി പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തെ പറയാനോ നിങ്ങൾക്ക് എന്താണ് അവകാശം? നിങ്ങൾക്ക് സനാതനധർമ്മം ഇല്ല, ഇവിടെ ഹിന്ദുത്വം ഇല്ല, ഇവിടെ ഹിന്ദുക്കളില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് പറയാനായിട്ട് എന്താണ് അവകാശം? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ വളർത്താനായിട്ട് നടക്കുക. നിങ്ങൾക്ക് ഹിന്ദുത്വമില്ല, ധർമ്മമില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളിലൊക്കെ വന്ന് ഇടപെടുന്നത്? മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കി ആ ഒരു ശ്രീനാരായണീയർ ക്ഷണിച്ച ചടങ്ങിൽ വരിക, ഉദ്ഘാടനം ചെയ്യുക, പോവുക. അല്ലാതെ അവിടെ പോയി സനാതനധർമ്മത്തിനെ തിരുത്താനോ അല്ലെങ്കിൽ അല്പമെങ്കിലും വിവരങ്ങൾ വേണം. കമ്മ്യൂണിസ്റ്റുകാരനായ നിങ്ങൾക്ക് ആ ഒരു വിവരമില്ല. അത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ സനാതനധർമ്മത്തിനെ കുറ്റം പറയുന്ന താങ്കളുടെ മരുമോൻ്റെ മതത്തിനെ പറ്റി എന്തെങ്കിലും പറയുമോ? അതിൻ്റെ വസ്ത്രധാരണത്തെ പറ്റി പറയുമോ? അതിനെ ഒന്ന് തിരുത്താൻ തയ്യാറാവുമോ? അതിനുള്ള ചങ്കൂറ്റമുണ്ടോ? താങ്കൾ വാളുകളുടെ ഇടയിൽ കൂടെയാണ്, മറ്റേ ബോംബിൻ്റെ ഇടയിൽ കൂടെയാണ് വളർന്നു വന്നത് എന്നൊക്കെ പറയാറുണ്ട്. താങ്കൾക്ക് അതിനുള്ള ചങ്കൂറ്റമുണ്ടോ പറയാനായിട്ട്? വസ്ത്രധാരണ രീതി, മറ്റ് മതസ്ഥരുടെ വസ്ത്രധാരണ രീതി തെറ്റാണ്. ക്ഷേത്രാചാരങ്ങളെപ്പറ്റി പറയാനായിട്ട് താങ്കൾ ആരാണ്? ക്ഷേത്രാചാരങ്ങളെ പറയാനായിട്ട് ക്ഷേത്ര ആചാരങ്ങൾ കാലാകാലങ്ങളിൽ പരിഹരിക്കുക, ധാരാളം നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താൻ ഇവിടുത്തെ ഹിന്ദു സമൂഹമുണ്ട്, തന്ത്രിമാരുണ്ട്, അതിൻ്റെ ആചാര്യന്മാരുണ്ട്, സന്യാസി സമൂഹങ്ങളുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരനായ താങ്കൾക്ക് എന്താണ് അതിനകത്ത് കാര്യം? ഒരു വയസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാന്യതയെങ്കിലും കാണിക്കണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന പദത്തിലിരുന്നുകൊണ്ട് അതിൻ്റെ ഒരു മാന്യതയെങ്കിലും കാണിക്കണം. നാരായണ ഗുരുദേവൻ ക്ഷേത്രങ്ങളാണ് സ്ഥാപിച്ചത്, ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ ഹിന്ദു പുരാണം അല്ലെങ്കിൽ നമ്മുടെ കീർത്തനങ്ങൾ, ഹിന്ദുക്കൾക്ക് വേണ്ടി ദൈനംദിനം ജപിക്കാനുള്ള പ്രാർത്ഥനകളും അല്ലെ കീർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അത് രചിച്ചതും. അതേ സനാതനധർമ്മത്തിന് വേണ്ടി അങ്ങനെയാണ് ചെയ്തത്. കാഷായ വസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ ശിവഗിരിയിലെ അല്ലെ സന്യാസിമാർക്ക് അവർ കൊടുത്തത്. അല്ലെങ്കിൽ ഈ സന്യാസി സമൂഹം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശിവഗിരി മഠങ്ങൾ, ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണോ? നാരായണ ഗുരുദേവൻ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസാണോ സ്ഥാപിച്ചത്? അപ്പം ആദ്യം
നിങ്ങൾ ഹിന്ദു ധർമ്മത്തിന് അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന് നിങ്ങൾക്ക് എതിർക്കാം, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്ക് അതിനെ എതിർക്കാം. നിങ്ങൾ കാര്യം ചാർവാക മഹർഷി, അതായത് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ചാർവാക മഹർഷിയെ പോലും മഹർഷി എന്ന് വിളിച്ച് നമ്മൾ കൂടെ കൊണ്ടുവന്ന പാരമ്പര്യമാണ് സനാതന ധർമ്മത്തിൻ്റേത്. അപ്പോൾ താങ്കൾക്കും നമ്മുടെ സനാതന ധർമ്മത്തിൽ ഒരു ഇടമുണ്ട്. പക്ഷേ താങ്കൾക്ക് സനാതനധർമ്മത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങളെ എല്ലാ കാലവും ആക്ഷേപിക്കുമ്പോൾ അതേപോലെ തന്നെ മറ്റ് മതസ്ഥരെയും കൂടെ താങ്കൾ ചോദ്യം ചെയ്യണം. എന്നാൽ താങ്കൾ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, താങ്കൾക്ക് വലിയ വാളിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ് എന്നൊക്കെയുള്ള ധൈര്യമുണ്ട്, ചങ്കൂറ്റമുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ താങ്കൾ ചെയ്തത് തികച്ചും മോശം. സനാതനധർമ്മത്തെ അപമാനിക്കുന്നതിലൂടെ താങ്കൾ ശ്രീനാരായണീയരെ ലോകത്തിൽ ഹിന്ദുധർമ്മത്തിലും നമ്മുടെ സനാതനധർമ്മത്തിലും വിശ്വസിക്കുന്ന നിരവധി ഹിന്ദു വിശ്വാസികളെ മൊത്തം അപമാനിച്ചിരിക്കുകയാണ്. താങ്കൾ പരസ്യമായിട്ട് മാപ്പ് പറയുകയാണ് വേണ്ടത്. താങ്കൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ സനാതനധർമ്മ വിശ്വാസികൾ താങ്കളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ താങ്കൾ ചെയ്ത ശ്രീനാരായണ ഗുരുദേവനെ അപമാനിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് അപമാനിക്കുന്നത്, അത് അവരുടേതായ ഒരു സ്റ്റേജിൽ പോയി തന്നെ അപമാനിച്ച താങ്കൾ ഇവിടെയുള്ള സമസ്തയെയും മറ്റ് മതസ്ഥരെയും അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ തലപ്പാവിനെയും എല്ലാം താങ്കളൊന്ന് പോയിട്ട് തിരുത്തിയിട്ട് വന്നിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനായ താങ്കൾ ഹിന്ദു ധർമ്മത്തിനെയോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെയോ ഒന്ന് തിരുത്താൻ വന്നാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമസ്കാരം.